പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 12-ാം തീയതി ആമേൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗ്ഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തു പരിപാലിച്ച കർത്താവിന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ദൈവകൃപയാൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. തിരുവഴുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഉണർന്നപ്പോൾ നമുക്ക് പറയാനുള്ളത് കർത്താവിൻ്റെ കൃപയാണ്. ഞാൻ എഴുന്നേറ്റത്, ഞാൻ ആരോഗ്യത്തോടെ കാലുകൾ താഴെ വെച്ചത്, ഞാൻ നടന്നത്, ആമേൻ ആമേൻ ആമേൻ, ദൈവത്തിൻ്റെ കൃപയാണ്. ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രം ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം വിശ്വാസത്താൽ കണ്ടാട്ട് കർത്താവ് നമ്മളെ കൈ പിടിച്ച് നടത്തുന്നത്, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ രംഗത്തിലേക്ക് നമ്മളെ നടത്തുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ കടത്തുന്നത്, നല്ല ഇടയനായി നമ്മുടെ കൂടെ ഇരുന്ന് ഈ പകൽക്കാലം നമ്മളെ ജയോത്സവമായി നടത്തുന്നത് കണ്ടുകൊണ്ട് വിശ്വാസത്താൽ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒന്നുകൂടെ പറ, എൻ്റെ യഹോവ നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. സങ്കീർത്തനക്കാരൻ എപ്പോഴും പറയുന്നു, 92-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ അങ്ങയുടെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിൻ്റെ ദയയും രാത്രി തോറും കർത്താവിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത്. അങ്ങനെയെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി പറ, എന്നോടുള്ള കർത്താവിൻ്റെ ദയ വലുതാകുന്നു. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും എൻ്റെ കർത്താവിൻ്റെ ദയ എന്നോടുള്ളത് മാറിപ്പോവുകയില്ല. ഒന്നുകൂടെ പറഞ്ഞ്, പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും എൻ്റെ കർത്താവിൻ്റെ ദയ എന്നോടുള്ളത് മാറിപ്പോവുകയില്ല. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടയണം. പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. സ്വർഗീയ പിതാവേ, അങ്ങേക്ക് സ്തോത്രം. സർവശക്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേക്ക് സ്തോത്രം. ആരംഭവും അവസാനവുമായവനെ, അങ്ങേക്ക് സ്തോത്രം. അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നവനാകിയാൽ സ്തോത്രം. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് അടുത്ത് വരിക. ആമേൻ. അപ്പ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഈ മക്കളെ മുഴുവനും അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് ചേർത്ത് പിടിക്കുക. യേശുവിൻ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ആവശ്യങ്ങളിൽ ദൈവിക അത്ഭുതങ്ങൾ ഈ പ്രഭാതത്തിൽ സംഭവിക്കട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. രോഗത്തിൻ്റെതായ എല്ലാ അനുഭവങ്ങളും ഇപ്പോൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ നോർമലായി തീരട്ടെ, ബ്ലഡ് ഷുഗർ നോർമലായി തീരട്ടെ, കൊളസ്ട്രോൾ ലെവലുകൾ നോർമലായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ഡൈജഷൻ പ്രോബ്ലംസും ആമേൻ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ അങ്ങേ സേവിപ്പാൻ തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. കർത്താവേ, അങ്ങയുടെ തിരുവഴുത്തിൽ പറഞ്ഞു, അങ്ങേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ശക്തി, ബലഹീനതകൾ മാറി ശക്തി പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ. കാലുകൾക്ക് ശക്തി ഉണ്ടാകട്ടെ, കൈകൾക്ക് ശക്തി ഉണ്ടാകട്ടെ, മനസ്സിന് ശക്തി ഉണ്ടാകട്ടെ. പ്രത്യേകമായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങനെ കരങ്ങളിൽ തരുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ആമേൻ, അസിഡിറ്റിയുടെ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ചെവിക്കകത്ത് ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവരെ ഏൽപ്പിക്കുന്നു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യത്തെ അയക്കണമേ. ഓ പിതാവേ, ഞങ്ങളിപ്പോൾ തന്നെ ആമേൻ മരുന്നിൻ്റെ കോംപ്ലിക്കേഷനാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ വിടുതൽ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവരെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായി തീരട്ടെ. ഇവരുടെ സമാധാനം വലുതായി തീരട്ടെ. കുഞ്ഞുങ്ങളെ വേണ്ടുന്നവണ്ണം വളർത്തിയെടുക്കുവാനുള്ള പ്രത്യേക കൃപ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മാതാപിതാക്കളുടെ മേലും യേശുവിൻ നാമത്തിൽ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പകരപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ജോലിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ബിസിനസ്സിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദേശങ്ങളിൽ സമാധാനം വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ ഗ്രേസ് എല്ലായിടത്തും എക്സ്പീരിയൻസ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കും. കർത്താവ് ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും തൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഒളിപ്പിച്ചു
വെച്ച് അങ്ങ് സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് കൈ പിടിച്ച് നടത്തണം. അവരുടെ ആവശ്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ കൃപയുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങനെ നാമം മഹിമപ്പെടുവാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. കർത്താവെ, അഭിഷക്തന്മാരുടെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. നാളത്തെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ, ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് വന്നില്ല എങ്കിൽ നാളെ ഇന്ത്യൻ സമയം 9:30 രാവിലെ 9:30 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ പങ്കുചേരണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്ത്യൻ സമയം രാവിലെ 9:30. കൂടാതെ അടുത്ത ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നമുക്ക് പ്രാർത്ഥനയും ഉപവാസവുമാണ്. ഗ്ലോബൽ പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ് എന്നാണ്. ആമേൻ. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവിക സമാധാനം രാജ്യങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ വേണ്ടി സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ദൈവവചനം ധ്യാനിക്കുക. അതുകൊണ്ട് അടുത്ത സൺഡേ മുതൽ തേഴ്സ്ഡേ വരെ കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഈ റോമാലേഖനം 8-ാം അധ്യായം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് 2 ജീവിത രീതികളെയാണ് പഠിപ്പിക്കുന്നത്. ജഡപ്രകാരം ജീവിക്കുന്നത്, ആത്മാവിൽ ജീവിക്കുന്നത്. ജഡപ്രകാരം ജീവിക്കുമ്പോൾ ആത്മീക മരണത്തിലേക്ക് നീങ്ങപ്പെടും. ആമേൻ. എന്നാൽ ആത്മാവിൽ ജീവിക്കുമ്പോൾ അവിടെ ജീവനും സമാധാനവും ഉണ്ടാകും. എന്തുണ്ടാകും? ജീവനും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആമേൻ. ദൈവത്തിൻ്റെ മക്കൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ നയിക്കപ്പെടുന്നതാണ്? ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ്. ക്രിസ്തീയ ജീവിതം ഭാവനകളാലല്ല, ആമേൻ, അല്ലെങ്കിൽ ഇമോഷനിലോ എക്സ്പീരിയൻസുകളിലോ അല്ല ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ആമേൻ, ആമേൻ. ആത്മീക പക്വതയുടെ അടയാളമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് നടക്കുന്ന ജീവിതമാണ് ആത്മീക ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് വെച്ചാൽ എന്തുവാ എന്നത്? ആത്മാവ് നയിക്കുന്നത്, ആത്മാവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം പോകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത്, നമ്മുടെ തീരുമാനങ്ങളെ പരിശുദ്ധാത്മാവ് നയിക്കും, നമ്മുടെ സ്വഭാവത്തെ പരിശുദ്ധാത്മാവ് നയിക്കും, നമ്മുടെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് നയിക്കും, നമ്മുടെ ദിവസേനയുള്ള ജീവിത രീതികളെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവന്ന് എങ്ങോട്ടാണ്? യേശു ക്രിസ്തുവിനോടടുത്താണ് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ യേശുവിനെ പോലെ നമ്മളെ അനുദിനം ആക്കുക. നമ്മളെ ഓരോ ദിവസവും കൊണ്ടുപോയി പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ നമ്മൾ യേശുവിനോട് അനുരൂപമായിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ ഒരിക്കലും നമ്മുടെ ഇമോഷൻസിനോ നമ്മുടെ സാഹചര്യത്തിനോ അനുസരിച്ചല്ല, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ വികാരത്തിനനുസരിച്ചല്ല നടക്കുന്നത്. ആമേൻ. അനേക വിശ്വാസികൾ തീരുമാനമെടുക്കുന്നത് എന്തുവാ? അവരുടെ വികാരങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അന്നേരം ഉണ്ടാകുന്ന കോപത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അന്നേരം ഉണ്ടാകുന്ന ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അന്നേരം ഉണ്ടാകുന്ന ആവേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, താൽക്കാലികമായ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആമേൻ, ഇതൊക്കെയാണ് പല ദൈവമക്കളും ആമേൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ വികാരങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ നമ്മളെ സത്യത്തിലും സമാധാനത്തിലും ജ്ഞാനത്തിലുമായിരിക്കും നടക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ ഏഷ്യയിലേക്ക് പോകാൻ പദ്ധതിയിട്ടു. പക്ഷേ പരിശുദ്ധാത്മാവ് അവരെ മക്കെദോനിയയിലേക്കാണ് നയിച്ചത്. അതാരാ നയിച്ചത്? പരിശുദ്ധാത്മാവ് നയിച്ചത്. അല്ലാതെ അവരുടെ ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടം ഏഷ്യയ്ക്ക് പോകണമെന്നായിരുന്നു. പക്ഷേ അന്നേരം മക്കെദോനിയയിലേക്ക് പോകാനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ആക്ച്വലി അവരെ എല്ലാം കൊണ്ടും ഏഷ്യയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തു. അവിടെ ഏഷ്യൻ ആളുകൾ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, താല്പര്യമുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഏഷ്യയ്ക്കല്ല പോകേണ്ടത്, മക്കെദോനിയയ്ക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർ മക്കെദോനിയയിലേക്ക് പോയി. ഇതാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കടലിൽ, പണ്ട് കാലത്ത് ഒരു കടലിലെ കപ്പലിനെ ചിന്തിക്കുക. കാറ്റിനെയോ തിരകളെയോ ആശ്രയിച്ച് കപ്പൽ ലക്ഷ്യസ്ഥാനത്തെത്തത്തില്ല. കാറ്റിനെയോ അവിടുത്തെ തിരകളെയൊക്കെ ആശ്രയിച്ചു പോയാൽ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തത്തില്ല. ഇതിനെ നയിക്കുന്ന ഒരു യന്ത്രമുണ്ടല്ലോ, ആ യന്ത്രത്തിനെ അടിസ്ഥാനപ്പെട്ട് പോയെങ്കിൽ മാത്രമേ അതിനെ മുന്നോട്ട് പോകാൻ പറ്റൂ. കാറ്റും തിരമാലയെന്ന് പറഞ്ഞ വികാരങ്ങളും ആവേശങ്ങളും ഒക്കെ ആക്കി നമുക്ക് കാണാം. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന നമ്മുടെ കമ്പസായി മാറണം.
നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ആ യന്ത്രമായി മാറണം. ആമേൻ. വികാരങ്ങൾ സംസാരിക്കും, പക്ഷെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവ് തന്നെയായിരിക്കണം. ആമേൻ. പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്? ദൈവവചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു? അതിനനുസൃതമായ തീരുമാനങ്ങൾ. അതാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. എല്ലാ ആഴ്ചയിലും യോഗത്തിന് പോകുന്നവരല്ല, കൈയടിക്കുന്നവരെന്നല്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവരല്ല ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മെച്ചുവർ സൺസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതിനനുസരമായി കാര്യങ്ങളെ ചെയ്യുന്നവരാണ്. ഇന്ന് പ്രഭാതി കൈകളെ ഉയർത്തിയിട്ട് പറയാമോ? ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ്. എൻ്റെ തീരുമാനങ്ങൾ ദൈവജ്ഞാനത്താൽ നയിക്കപ്പെടുന്നു. ഞാൻ വികാരങ്ങൾ അനുസരിച്ചല്ല, ആത്മാവിനാലാണ് നടക്കുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതവും ഭാവിയും നയിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സമാധാനമുണ്ടാകും, നിങ്ങൾക്ക് എപ്പോഴും സ്വസ്ഥതയുണ്ടാകും, എപ്പോഴും നിങ്ങൾ ജയകരമായിരിക്കും. ആത്മാവ് നടത്താതെ പോകുമ്പോൾ ആമേൻ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും, സ്വസ്ഥത നഷ്ടപ്പെടും, പലയിടത്തും നമ്മൾ പരാജയങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ആമേൻ, നമ്മൾ ദൈവമക്കളാണ്. പരാജയപ്പെടാനല്ല ദൈവം നമ്മളെ വിളിച്ചത് ജയമായിട്ട് ജീവിക്കുവാനും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ താല്പര്യത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ആത്മാവ് നയിക്കുമ്പോഴേ നമുക്ക് ജയകരമായി പോകാൻ കഴിയുള്ളൂ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി എന്നെ മാറ്റണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിയുവാൻ, അങ്ങ് എൻ്റെ ഉള്ളിൽ തരുന്ന ബോധ്യങ്ങളെ മനസ്സിലാക്കുവാൻ, ആമേൻ, എൻ്റെ വികാരമല്ല, എൻ്റെ എക്സ്പീരിയൻസ് അല്ല, എൻ്റെ സാഹചര്യങ്ങളല്ല, ദൈവാത്മാവേ അങ്ങ് എന്ത് പറയുന്നു അതിനെ അനുസരിച്ച് പോകുവാൻ എന്നെ സഹായിക്കണം. ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ദൈവാത്മാവിനാൽ നടത്തപ്പെടട്ടെ. വികാരത്താലല്ല, അന്നേരത്തെ കോപത്താലല്ല, അന്നേരം വരുന്ന ഇമോഷണലായ എന്തെങ്കിലും കാര്യങ്ങളാലല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറ. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് and highly favored. God bless you, God bless you, God bless you.